ഇന്ത്യൻ സൈന്യത്തിനും റെയിൽവേക്ക് ശേഷം ഇവിടെ ഏറ്റവും അധികം വസ്തുവകകളുള്ളത് ആർക്കാണെന്നറിയോ? അത് വഖഫ് ബോർഡിനാണ്. വഖഫ് ബോർഡിന്റെ കീഴിൽ ഇന്ത്യയിൽ ആകമാനം 8 ലക്ഷം ഏക്കറിലായിട്ട് 8,72,292 സ്ഥാവര ജംഗമ വസ്തുക്കളാണുള്ളത്. യാതൊരു രേഖകളുമില്ലാതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഈ പ്രദേശങ്ങളിലുള്ള വസ്തുവകകളുടെ രേഖകൾ ഹാജരാക്കേണ്ട ബാധ്യത ആ പ്രദേശവാസികൾക്കാണ്. അവർ ഈ തെളിവുമായിട്ട് പോകേണ്ടത് കോടതികളിലേക്കല്ല, വഖഫ് ട്രിബ്യൂണൽ കോർട്ടിലേക്കാണ്. വഖഫ് എന്ന അറബി വാക്കിന്റെ അർത്ഥം തന്നെ നിയന്ത്രണം, നിരോധനം എന്നൊക്കെയാണ്. വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്ത വിധം അള്ളാഹുവിന് നൽകപ്പെട്ടതെന്നാണ് ഇതിന്റെ അർത്ഥം. ശരീഅത്ത് നിയമം അനുസരിച്ച് ഒരിക്കൽ വഖഫായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട അത് എന്നേക്കും വഖഫായിരിക്കും. തുർക്കി, ലിബിയ, ഈജിപ്ത്, സുഡാൻ, ലെബനൻ, സിറിയ, ജോർദാൻ, ടുണീഷ്യ, ഇറാഖ് എന്നിവിടങ്ങളിലൊന്നും കാണാത്ത വഖഫ് ഇന്ത്യയിൽ ഇത്രയും വലിയ സംഭവമായി തീർന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. ഇന്ത്യൻ മതേതര ഭരണഘടനയെ ശരീഅത്ത് നിയമത്തിൽ അടിത്തറയിട്ട നിയമനിർമ്മാണം കൊണ്ട് ദുർബലപ്പെടുത്തുന്ന ഏർപ്പാടാണിത്. ഇന്ത്യൻ പൗരന്മാരെയും മറ്റ് മതസ്ഥരെയും ഇന്ത്യൻ സർക്കാരിന്റെ മേൽ കുതിര കയറുന്ന ഈ കാടൻ നിയമം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. സുൽത്താൻ ഒരിക്കൽ വഖഫാക്കിയത് എന്നേക്കും വഖഫായിരിക്കുമെന്ന കാഴ്ചപ്പാടിൽ അടങ്ങിയിരിക്കുന്ന അനീതിയും അക്രമവും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? സുൽത്താൻ വരുന്നതിന് മുൻപ് ആ ഭൂമി ആരുടേതായിരുന്നു എന്ന ചോദ്യം ആരും ചോദിച്ചു കേൾക്കാത്ത എന്തുകൊണ്ടാണ്? ആദ്യത്തെ അധിനിവേശ ശക്തികളായ പേർഷ്യൻ സുൽത്താനും മുഗൾ വംശമൊക്കെ കാലഹരണപ്പെട്ടപ്പോൾ പുതിയ അധിനിവേശ ശക്തികളായ യൂറോപ്യന്മാർ ഇവിടെ ഭരണം പിടിച്ചല്ലോ. ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അവരത് തങ്ങളുടെ ദൈവത്തിന് നേർച്ചയെ സമർപ്പിച്ചിരുന്നെങ്കിൽ അതെന്നേക്കും അങ്ങനെ തന്നെ നിലനിർത്തുമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായി സ്വയംഭരണാവകാശമുള്ള രാജ്യമായി മാറുകയും ഭരണഘടന നമ്മുടെ ആധികാരിക ഗ്രന്ഥമായി മാറുകയും ചെയ്തപ്പം അധിനിവേശ ശക്തികൾ സമ്മാനിച്ച മതഭരണാവശിഷ്ടങ്ങൾ നിലനിർത്താനും അത് വിപുലീകരിക്കാനും അവസരം കൊടുക്കുന്ന പരിഹാസ്യമല്ലേ? മതത്തിന്റെ അവകാശവാദങ്ങൾക്ക് പൊതുസമൂഹങ്ങളിൽ അനുവദിച്ചു നൽകാവുന്ന ഇടങ്ങൾക്ക് പരിധിയില്ലേ? പൗരസമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നതും മറ്റു മതസ്ഥർക്ക് ഭീഷണി ഉണ്ടാക്കുന്നതും ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഇത്തരം അവകാശവാദങ്ങളെ ഏത് മതത്തിൽ നിന്നാണെങ്കിലും എതിർക്കേണ്ടതാണ്. 2014 ഡൽഹിയിലെ ഏറ്റവും മുന്തിയ 123 പ്രോപ്പർട്ടികളാണ് കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡിന് കൊടുത്തിട്ടുള്ളത്. ചെറായി, മുനമ്പം തീരദേശത്ത് താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളുടെ ജീവിതം 2019 മുതൽ കേരള വഖഫ് ബോർഡ് നിശ്ചലമാക്കിയിരിക്കുകയാണ്. മുനമ്പം വേളാങ്കണ്ണി മാതാ ഇടവക പള്ളിക്ക് മേലും ഫാഷനിസ്റ്റ് ആശ്രമത്തിന് മേലും വഖഫ് ബോർഡിന്റെ അവകാശവാദം എന്ന ഡെമോക്ലിയൻ വാൾ തൂങ്ങിക്കിടക്കുകയാണ്. കാവേരി നദീതീരത്തുള്ള തിരുച്ചന്തറ ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ട് 2022 ആ ഗ്രാമം മുഴുവൻ തങ്ങളുടേതാണെന്ന അവകാശവാദമായിരുന്നു തമിഴ്നാട് വഖഫ് ബോർഡ് ഉന്നയിച്ചത്. 1500 വർഷം പഴക്കമുള്ള സുന്ദരേശ്വർ അമ്പലം അവിടെ തന്നെ ഉണ്ടെന്ന് ഓർക്കണം. ഹൈദരാബാദ് മാരിയറ്റ് 5 സ്റ്റാർ ഹോട്ടലിന്റെ അവകാശമായിരുന്നു തെലങ്കാന വഖഫ് ബോർഡ് ഉന്നയിച്ചത്. പക്ഷേ തെലങ്കാന ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ ആർത്തി പിടിച്ചേട്ടി. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച് 192 സ്ഥലങ്ങളാണ് തർക്കത്തിൽ കിടക്കുന്നത്. ഭൂമിയുടെയും വസ്തുക്കളുടെയും പേരിൽ ഒരുപാട് അഴിമതി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഭൂമിയുടെയും വസ്തുക്കളുടെയും പേരിൽ അധികാരാവകാശങ്ങൾ ഉന്നയിക്കുന്നതും പ്രോപ്പർട്ടീസ് ദുരുപയോഗം ചെയ്യുന്നതും അതിരില്ലാത്ത അധികാര പ്രയോഗങ്ങൾ ഉന്നയിച്ച് തുടരെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വഖഫ് ബോർഡിനെ ഭരണഘടന പരിധിക്ക് നിർത്തേണ്ടതിന്റെ ആവശ്യകത ഇസ്ലാമിക വിശ്വാസികളിൽ പോലും പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവഹാരങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ ഇന്ത്യ ഒരു മതരാഷ്ട്രമൊന്നുമല്ലല്ലോ. അധിനിവേശത്തിന്റെ ആവേശം സ്ഥിരമായിട്ട് പ്രകടമാക്കുകയും സാധാരണക്കാരുടെ ജീവിതം അനിശ്ചയത്തിലാക്കുകയും ക്രമസമാധാന നിലയ്ക്ക് ഭംഗം വരുത്തുകയും ചെയ്യുന്ന വഖഫ് ബോർഡ് ശൈലികൾക്ക് കടിഞ്ഞാനിടാൻ സ്വതന്ത്ര ജുഡീഷ്യറിയുടെ സാന്നിധ്യം വഖഫ് ട്രിബ്യൂണലുകൾക്ക് അനിവാര്യമാണ്.